എൻ്റെ സ്നേഹികളായ മുത്താനി സുഹൃത്തുക്കളെ, സലാം ഉറക്കനെ നീട്ടി മടക്കിക്കോളി. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ലോകം കണ്ട കഥാകാരന്മാരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഈ ഹിനാനെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ വലിയ കഥാകാരനൊന്നും അല്ലാത്തോണ്ട് തന്നെ. പിന്നെ ഈ മീലാദ് പ്രോഗ്രാം ഒരു ചാൻസ് അല്ലേ, അതുകൊണ്ട് ഞാനൊരു ചെറിയ കഥ പറയാം. അവതരണം പാടായാലും ഇങ്ങക്ക് ഈ കഥ ഒരു പാടാമെന്ന് ഉറപ്പാ. എന്നാ ഞാൻ തുടങ്ങട്ടെ. നിങ്ങളെ കണ്ണും കാതും ഒക്കെ കുറച്ചു നേരം കെട്ടി തിരുക്കി. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിന് ഒരു വലിയ മഹാന്റെ കാരണക്കഥയാണ് കേട്ടോ. ഔലിയാക്കളുടെ രാജാവായിട്ടാണ് മഹാൻ അറിയപ്പെട്ടിരുന്നത്. പോരാത്തതിന് അക്കാലഘട്ടത്തിന് ചലിക്കുന്ന നോളജിറ്റും എല്ലാത്തിനും പുറമെ ആശിഖ് റസൂലും എല്ലാമായിരുന്നു മഹാൻ. ഒരു ദിവസം മഹാൻ പള്ളിക്ക് പോകാൻ ഷർട്ടിട നിൽക്കുമ്പോണ്ട് ഉപ്പായി കഴിയുമ്പോൾ ഒരു പൂച്ച അങ്ങനെ സുഖമായിട്ട് ഉറങ്ങണേ. നമ്മളാണെങ്കിൽ എന്താ കാട്ടുക, മുട്ട വടി കൊണ്ട് 5-8 കൊടുക്കും അല്ലേ. പക്ഷേ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ സജീ സ്നേഹം മനസ്സിലോട്ടിയ ആ മഹാന് കഴിഞ്ഞില്ല. കാരണം പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട പെണ്ണ് നരകവാസിയായത് കാരുണ്യക്കടലായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മഹാന് ഓർമ്മ വന്നു. പിന്നെന്താ കൂട്ടുകാരെ, പൂച്ചക്ക് ഉറങ്ങാൻ സൗകര്യത്തിൽ കുപ്പായക്കൈ വെട്ടിയിട്ട് മുറിക്കൈയുമായിട്ട് മഹാൻ പള്ളിയിൽ പോയി. ഔ, എന്തൊരു കാരുണ്യല്ലേ. അവരൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഹാൻ വീട്ടിലെത്തിയപ്പോഴോ പൂച്ച അതിന്റെ പാട്ടിന് പോയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്തേക്കാരപ്പാത്ത ഹാല്. മഹാൻ ഒരു കൂസലുണ്ടായില്ല. മഹാൻ വെട്ടിമാറ്റിയ കൈ അപ്പ തന്നെ തുന്നിച്ചേർത്തു. ഈ സംഭവം മാത്രമല്ല, പ്രാണികളോട് മഹാൻ കാണിച്ച കാരണകഥ ഏറെ പറയാണ്ട്. കൂടുതൽ നീട്ടിയാൽ നിങ്ങളെ ഉള്ള മൂട് ഓടുന്ന് മനസ്സിലാക്കിയ സെമിക്കോളനാണ്. ഈ മഹാനൊക്കെ മനസ്സിലായില്ലേ? അത് മറ്റാരുമല്ല, സുൽത്താൻ ആരിഫീനും സുൽത്താൻ ആശിഖിനുമായ റിഫായി ഷേഖന്നെ. അവരൊക്കെ വലിയ ദർജ നേടിയത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. ഇഞ്ചി കഥ വാട്സപ്പിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാതെ കൽബിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യേ. ഈ കഥയിലൊരു പാടുണ്ട്. എന്താണെന്നറിയോ? സഹജീവികളെ ഞാൻ ഉപദ്രവിക്കരുത്, അവരോട് കരുണ കാട്ടണം. അതാണ് മുത്തനബി ഈ മഹാനുമൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടെങ്കിൽ ഇനി കണ്ണ് കല്ലെടുത്ത് പട്ടിന് എറിയരുത് കേട്ടോ കൂട്ടുകാരെ. എന്നാ ഞാൻ പോട്ടെ. അടുത്ത ഞാൻ വേൾഡ് ഫേമസ് കഥാകാരനാകുമ്പോൾ നിശ്ചയുറപ്പുണ്ട്. നാദം തുറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.